ജീവൻ മുക്തി വിവേകം വാസനാക്ഷയ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. മനോനാശം. വാസനാക്ഷയം പോലെ തന്നെ മനോനാശവും സത്യാന്വേഷണത്തിൽ അവശ്യം വേണ്ടതാണ്. താർക്കികന്മാർ മനസ്സ് അണുവും നിത്യവുമാണെന്ന് കരുതുന്നു. എന്നാൽ വേദാന്ത മതം അതല്ല. മനസ്സ് അവയവങ്ങളോട് കൂടിയതാണ്, അനിത്യമാണ്. അരക്ക്, സുവർണം എന്നിവ പോലെ അനേകവിധ പരിണാമങ്ങൾക്കിരിപ്പിടമായ ഒരു ദ്രവ്യമാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സിനെ നശിപ്പിക്കുക അത്ര അസാധ്യമായ ഒരു കാര്യമല്ല. മനസ്സിൻ്റെ ലക്ഷണം ബൃഹദാരണ്യകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: സങ്കല്പം, സംശയം, ശ്രദ്ധ, അശ്രദ്ധ, ധൈര്യം, അധൈര്യം, ലജ്ജ, നിശ്ചയം, ഭയം. ഇതൊക്കെ ചേർന്നതാണ് മനസ്സ്. കാമക്രോധാദി ചിത്തവൃത്തികൾ ഒരു ക്രമമനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ്. കണ്ണിന് കാണാവുന്ന ഘടാദി പദാർത്ഥങ്ങൾ അവ സാക്ഷിസ്വരൂപമായ ആത്മാവിന് തികച്ചും സ്പഷ്ടമായി പ്രകാശിക്കുകയും ചെയ്യുന്നു. ഈ കാമാദി ചിത്തവൃത്തികൾക്ക് നേരിട്ട് കാരണമായി നിൽക്കുന്ന ദ്രവ്യമാണ് മനസ്സ്. ഒരിക്കൽ കൂടി വായിക്കാം. കാമക്രോധാദി ചിത്തവൃത്തികൾ ഒരു ക്രമമനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ്. കണ്ണിന് കാണാവുന്ന ഘടാദി പദാർത്ഥങ്ങൾ അവ സാക്ഷിരൂപമായ ആത്മാവിന് തികച്ചും സ്പഷ്ടമായി പ്രകാശിക്കുകയും ചെയ്യുന്നു. ഈ കാമാദി ചിത്തവൃത്തികൾക്ക് നേരിട്ട് കാരണമായി നിൽക്കുന്ന ദ്രവ്യമാണ് മനസ്സ്. എൻ്റെ മനസ്സ് മറ്റൊരിടത്തായിരുന്നത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. മനസ്സ് മറ്റൊരിടത്തായിരുന്നത് കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇത്യാദി അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ആത്മാവ് മനസ്സുകൊണ്ടാണ് കാണുന്നത്, കേൾക്കുന്നത് എന്നൊക്കെ സിദ്ധമാകുന്നുണ്ടല്ലോ. നല്ല പ്രകാശത്തിൽ കൺമുമ്പിലിരിക്കുന്ന വസ്തു പോലും ഒരന്യമനസ്കന് കാണാൻ കഴിയുന്നില്ല. ചെവിക്കു സമീപം ഉച്ചത്തിൽ ചൊല്ലുന്ന ശബ്ദം പോലും അന്യമനസ്കന് കേൾക്കാനും കഴിയുന്നില്ല. മനസ്സ് അതതിൽ ശ്രദ്ധിക്കുമ്പോൾ വസ്തു കാണാറാകുന്നു. മനസ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ? ബാഹ്യ വിഷയങ്ങൾ അറിയപ്പെടുന്നു. മനസ്സ് ശ്രദ്ധിക്കുന്നില്ലേ? ബാഹ്യ വിഷയങ്ങൾ അറിയപ്പെടുന്നില്ല. അതുകൊണ്ട് പുറമേയുള്ള എന്തും അറിഞ്ഞ് അനുഭവിക്കാനുള്ള സാധാരണകരണമാണ് മനസ്സ് എന്ന് വന്നുകൂടുന്നു. ഇനി പുറകിൽ നിന്നും ലേശമാത്രമായ സ്പർശനമെങ്കിലും ഏറ്റാൽ അത് മനസ്സിന് വേർതിരിച്ചറിയാൻ കഴിയുന്നു. ദേവദത്തനെ പുറകിൽ നിന്നും ഒരാൾ സ്പർശിച്ചുവെന്ന് കരുതുക. അപ്പോൾ വിരൽ കൊണ്ടാണോ തൊട്ടത് അതോ കൈകൊണ്ടാണോ തൊട്ടത് എന്ന് ദേവദത്തൻ സ്പഷ്ടമായി തിരിച്ചറിയുന്നു. അത് കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ ഫലമല്ല. ത്വഗിന്ദ്രിയമാണെങ്കിൽ സ്പർശം മൃദുവാണോ കഠിനമാണോ എന്ന് മാത്രം അറിയിച്ച് അശക്തമായി തീരുന്നു. അതുകൊണ്ട് സ്പർശാദി അനുഭവങ്ങളെ വേർതിരിച്ച് ധരിക്കുന്നത് മനസ്സാണെന്ന് നിസ്സംശയം തെളിയുന്നു. ഇങ്ങനെ ലക്ഷണം കൊണ്ടും അനുഭവ പ്രമാണം കൊണ്ടും മനസ്സിൻ്റെ സ്വരൂപം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഈ അന്തരിന്ദ്രിയത്തെ മനന സ്വഭാവത്തോടു കൂടിയതായതുകൊണ്ട് മനസ്സെന്നും ചേതനമായി ചലിക്കുന്നത് കൊണ്ട് ചിത്തമെന്നും വിളിക്കുന്നു. ഗുണസമുച്ചയമാണ് ചിത്തം. സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ചിത്തം. പ്രകാശം, പ്രവൃത്തി, മോഹം എന്നിവയാണ് യഥാക്രമം സത്വരജസ് തമോ ഗുണങ്ങളുടെ പ്രകടരൂപങ്ങൾ. ഈ പ്രകടരൂപങ്ങൾ ചിത്തത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ ചിത്തം ത്രിഗുണങ്ങളുടെ സമ്മിളിത രൂപമാണെന്ന് തെളിയുന്നു. പ്രകാശപ്രവൃത്തി മോഹങ്ങൾ ഗുണകാര്യങ്ങളാണെന്ന് ഗീത 14-ാം അധ്യായത്തിൽ ഭഗവാൻ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സാഖ്യദർശനത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രകാശമെന്നു പറയുന്നത് വെളുപ്പും തിളക്കവുമുള്ള നിറം എന്ന അർത്ഥത്തിലല്ല, ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് പ്രകാശ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്.
സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജോ ഗുണത്തിൽ നിന്ന് ലോഭവും തമോ ഗുണത്തിൽ നിന്ന് അജ്ഞാനത്തോടൊപ്പം പ്രമാദമോഹങ്ങളും ജനിക്കുന്നു. ജ്ഞാനത്തോടൊപ്പം സത്വം അതിരറ്റ സുഖവും പ്രദാനം ചെയ്യുന്നു. സത്വഗുണം സുഖം തന്നനുഗ്രഹിക്കുന്നു. രജോ ഗുണം വ്യക്തിയെ കർമ്മവ്യാപൃതനാക്കുന്നു. തമോ ഗുണം ജ്ഞാനത്തെ മറച്ച് സത്യത്തിൽ നിന്നും അകറ്റി പതിപ്പിക്കുന്നു. സമുദ്രതരംഗങ്ങൾ പോലെ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഗുണങ്ങൾ. അതുകൊണ്ട് ചിലപ്പോൾ ചിലത് പ്രാധാന്യേന പൊന്തി വരുന്നു. ഒന്നിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ മറ്റു രണ്ടും മറയ്ക്കപ്പെട്ടു പോകുന്നു. രജസിനെയും തമസിനെയും തള്ളിമാറ്റിക്കൊണ്ട് സത്വം പൊന്തി വരുന്നു. സത്വത്തെയും തമസിനെയും തള്ളിമാറ്റിക്കൊണ്ട് രജസ് ആവിർഭവിക്കുന്നു. അതുപോലെ സത്വത്തെയും രജസിനെയും തള്ളിമാറ്റിക്കൊണ്ട് തമസ്സും. എന്തിനേറെ സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഓരോന്നിനെ മറിച്ചിട്ടുകൊണ്ട് മറ്റോരോന്ന് കടന്നു വരുന്നു. ഇവിടെ തമസ്സിന് പ്രാധാന്യമുള്ളപ്പോഴാണ് ആസുര സമ്പത്ത് രൂപം കൊള്ളുന്നത്. രജസ്സിന് പ്രാധാന്യമുള്ളപ്പോൾ മുൻ വിവരിച്ച ലോകവാസന, ശാസ്ത്രവാസന, ദേഹവാസന എന്നിവ രൂപപ്പെടുന്നു. സത്വഗുണത്തിൻ്റെ പ്രാധാന്യത്തിലാണ് ദൈവസമ്പത്ത് ഉദയം ചെയ്യുന്നത്. ഭഗവാൻ തന്നെ 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുത. സത്വം അഥവാ ജ്ഞാനം വർദ്ധമാനമാകുമ്പോൾ ദേഹാന്തർഭാഗം മുഴുവൻ പ്രകാശം കൊണ്ട് നിറയുന്നു. സത്വഗുണമഹിമ 3 ഗുണങ്ങളുടെ പ്രകടരൂപമായിട്ടാണ് അന്തഃക്കരണം കാണപ്പെടുന്നതെങ്കിലും അന്തഃക്കരണ സ്വരൂപത്തിൽ മുഖ്യ ഘടകമായി വർത്തിക്കുന്നത് സത്വഗുണമത്രേ. സത്വഗുണത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന അതിൻ്റെ അവയവങ്ങൾ മാത്രമാണ് രജസ്സും തമസ്സും. അതുകൊണ്ടാണ് ജ്ഞാനി യോഗാഭ്യാസം കൊണ്ട് രജസ് തമസ്സുകളെ ഒഴിച്ചു മാറ്റുമ്പോൾ അന്തഃക്കരണ സ്വരൂപമായ സത്വം മാത്രം അവശേഷിക്കുന്നത്. ജ്ഞാനിയുടെ ചിത്തം ചിത്തമല്ല, അത് സത്വമാണ് എന്ന പ്രസിദ്ധിയും അതുകൊണ്ടുണ്ടായതാണ്. ഇങ്ങനെ സത്വഗുണപ്രധാനമായി മാറുന്ന അന്തഃക്കരണത്തെയാണ് ചാഞ്ചല്യഹേതുകമായ രജസ് തീരെയില്ലാത്തതുകൊണ്ട് ഏകാഗ്രമെന്ന് വിളിക്കുന്നത്. ഭ്രമകൽപ്പിതങ്ങളായ ജഡരൂപത്തിലുള്ള സ്ഥൂല പദാർത്ഥങ്ങൾക്ക് രൂപം നൽകുന്നതാണ് തമസ്. അങ്ങനെയുള്ള തമസ് നിശേഷം ഒഴിഞ്ഞു മാറിയിട്ടുള്ളതുകൊണ്ട് ഏകാഗ്രചിത്തത്തെ സൂക്ഷ്മചിത്തമെന്നും വിളിക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മവും ഏകാഗ്രവുമായി തീരുന്ന അന്തഃക്കരണം നേരിട്ട് ആത്മാവിനെ ദർശിക്കുന്നുവെന്നാണല്ലോ ശ്രുതി ഘോഷിക്കുന്നത്. ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയ സൂക്ഷ്മദർശിഭിः. സൂക്ഷ്മദർശികളാൽ ഏകാഗ്രമാക്കപ്പെട്ട സൂക്ഷ്മബുദ്ധി കൊണ്ട് ആത്മാവ് ദർശിക്കപ്പെടുന്നു എന്നാണ് കഠോപനിഷത്തിൻ്റെ പ്രഖ്യാപനം. വായുവിൽ ഇളകി ചലിച്ചുകൊണ്ടിരിക്കുന്ന ദീപത്തിൻ്റെ മുമ്പിൽ രത്നത്തിൻ്റെ വില നിർണയിക്കുക പ്രയാസമാണ്. സൂക്ഷ്മമായ സൂചി കൊണ്ട് തുന്നിപ്പിടിപ്പിക്കേണ്ട വസ്ത്രം സ്ഥൂലമായ കൂന്താലി കൊണ്ട് ശരിയാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെ സത്യദർശന സമർത്ഥവും സൂക്ഷ്മവുമായ സത്വം തന്നെയാണ് യോഗം അഭ്യസിക്കാത്തവരിൽ തമോ ഗുണമിശ്രമായ രജോ ഗുണത്താൽ ആവൃതമായിട്ട് പലതരം ദ്വൈത സങ്കല്പങ്ങളിൽപ്പെട്ട് ചലിച്ച് ചിത്തമായി തീരുന്നത്. വാസനകളെ എങ്ങനെ ക്ഷയിപ്പിക്കാം? ചിത്തം എങ്ങനെ പെരുകുന്നു? സത്യദർശന സമർത്ഥമായ സത്വഗുണം രജസ്സിൻ്റെയും തമസ്സിൻ്റെയും സ്പർശമേൽക്കുമ്പോഴാണ് ചലിച്ച് ചിത്തമായി തീരുന്നതെന്ന് കണ്ടുവല്ലോ. ഈ ചിത്തം തമോ ഗുണ ആധിക്യത്തിൽ ആസുരീ സമ്പത്ത് സഞ്ചയിച്ച് തടിച്ചു കൊഴുക്കുന്നു. വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനോട് ഇക്കാര്യം വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആത്മാവല്ലാത്തതിനെ താനായി ഭ്രമിച്ച് ദേഹം സത്യമെന്നു കരുതി പുത്രൻ, ഭാര്യ, കുടുംബം എന്നിവയിലൊക്കെ എൻ്റേതെന്ന ഭാവം കൂടി വരുന്നതോടെയാണ് ചിത്തം തടിച്ചു വീർക്കുന്നത്. ഏതു നിസ്സാര കാര്യത്തിലും
ഞാൻ എന്ന ഭാവം വർദ്ധിക്കുകയും എന്തിലും ഇതെൻ്റേത് എന്ന് പറഞ്ഞുറപ്പിക്കുകയും ചെയ്യുന്നതോടെ മനസ്സ് പെരുകാൻ തുടങ്ങുന്നു. ആദിവ്യാധികളെക്കുറിച്ച് ക്ലേശിക്കുകയും സംസാര ബന്ധങ്ങളിൽ ആശ്വാസം കാണുകയും ഇതു വേണം ഇതു വേണ്ട എന്ന രാഗദ്വേഷങ്ങളിൽ പെട്ടുഴലുകയും ചെയ്യുന്നതോടെ ചിത്തം വീർക്കാൻ തുടങ്ങുന്നു. സ്നേഹം കൊണ്ടും ധനലോഭം കൊണ്ടും ഒറ്റ നോട്ടത്തിൽ സുഖപ്രദമെന്ന് തോന്നുന്ന കാമിനീ കാഞ്ചന ലാഭം കൊണ്ടും ചേതസ് തടിക്കാൻ ഇടവരുന്നു. ചിത്തസർപ്പം ദുരാശയാകുന്ന പാൽ കുടിച്ചും ഭോഗസുഖമാകുന്ന കാറ്റും ഭക്ഷിച്ചും പ്രപഞ്ചം സത്യമാണെന്ന് ഭ്രമിച്ച് ജനിച്ചും മരിച്ചും തടിച്ചു കൊഴുക്കുന്നു. വാസനാക്ഷയം കൊണ്ടേ ചിത്തം ചുരുങ്ങൂ. വാസനാബന്ധമാണ് ബന്ധം, വാസനാക്ഷയമാണ് മോക്ഷം. വാസനകളെ ഉപേക്ഷിക്കണം. അത് കഴിഞ്ഞ് മോക്ഷം വേണമെന്നുള്ള ചിന്ത പോലും വെടിയണം. ലോകസുഖങ്ങൾക്കായി പ്രേരിപ്പിക്കുന്ന മാനസിക വാസനകളെയാണ് ആദ്യമായി ജയിക്കേണ്ടത്. സ്നേഹം, കാരുണ്യം, ഈശ്വരഭാവന തുടങ്ങിയ ശുദ്ധവാസനകളെ അംഗീകരിച്ചുകൊണ്ട് വേണം വിഷയവാസനകളെ വെടിയാൻ. ഒടുവിൽ ശുദ്ധവാസനകളും ഉപേക്ഷിക്കപ്പെടണം. വ്യവഹാരദശയിൽ അവ നിലനിൽക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നിയാലും ഉള്ളിൽ അവയെ ഉപലാളിക്കാൻ പാടില്ല. സർവം ബ്രഹ്മമയമാണെന്ന് അനുഭവിക്കുന്ന ചിന്മാത്രവാസന മാത്രമേ ബാക്കി നിൽക്കാവൂ. നേരത്തെ വിവരിച്ചിട്ടുള്ള ലോകശാസ്ത്ര ദേഹവാസനകളാണ് മാനസവാസനകൾ. ദംഭ ദർപ്പാദ്യാസുര സമ്പത്താണ് വിഷയവാസന. മാനസവാസനകൾ മൃദുവും വിഷയവാസനകൾ തീവ്രവുമാണ്. അതല്ലെങ്കിൽ മാനസവാസനകളെയും വിഷയവാസനകളെയും നമുക്ക് മറ്റൊരു തരത്തിലും വേർതിരിക്കാം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണല്ലോ വിഷയങ്ങൾ. ഇവ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടുണ്ടാകുന്ന സംസ്കാരത്തെ മാനസവാസനയായി കണക്കാക്കാം. പുറമേ നിന്നും ഇവ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന സംസ്കാരത്തെ വിഷയവാസനയായും കണക്കാക്കാം. ഈ വിവരണം അംഗീകരിച്ചാൽ മുൻ പറഞ്ഞ ലോകശാസ്ത്ര ദേഹവാസനകളും ആസുരീ സമ്പത്തും ഈ രണ്ടിലുമായി ഒതുങ്ങുന്നതാണ്. ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമല്ലാതെ മറ്റൊരു വാസന ഉണ്ടാവുക വയ്യല്ലോ. വാസനാക്ഷയപ്രകാരം വാസനകളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.